നമസ്കാരം. ആയൂർ ടു ഓയൂർ ന്യൂസിലേക്ക് സ്വാഗതം. മുളയറച്ചാൽ മാലിന്യ പ്ലാന്റ് ജനവാസ മേഖലയിൽ നിന്നും എന്നേക്കുമായി അടച്ചുപൂട്ടുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് PDPക്കും ചിലതു പറയാനുണ്ട് എന്ന ശീർഷകത്തിൽ PDP വെളുന്നല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സമര പ്രഖ്യാപന വിളംബര ജാഥ 2024 ഡിസംബർ 21 ശനിയാഴ്ച രാവിലെ 9 മണിക്ക് മീയനയിൽ നിന്നും ആരംഭിച്ച് വെളുന്നല്ലൂർ, ഇളമാട് പഞ്ചായത്തുകളിലൂടെ കടന്നുപോയി വൈകുന്നേരം 4 മണിക്ക് ഓയൂരിൽ എത്തിച്ചേരുന്നു. ജനവാസ മേഖലയായ മുളയറച്ചാലിലെ മാലിന്യ പ്ലാന്റിൽ എത്തിക്കുന്ന ടൺ കണക്കിന് മാലിന്യത്തിൽ നിന്നും കിലോമീറ്ററുകളോളം ദൂരത്തിൽ അടിച്ചു വീശുന്ന ദുർഗന്ധം മൂലം ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളതെന്ന് ഇന്നാട്ടുകാർ പറഞ്ഞു. ഈ പ്ലാന്റിന്റെ പ്രവർത്തനം മൂലമുണ്ടാകുന്ന അന്തരീക്ഷ മലിനീകരണം കാരണം മനുഷ്യന്റെ ജീവിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങളായ ശുദ്ധവായു, കുടിവെള്ളം എന്നിവ മലിനമാകുന്നതിലൂടെ ശ്വാസതടസ്സം, ചുമച്ച് രക്തം ഛർദ്ദിക്കുകയും ചെയ്യുന്ന ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളാണ് മുളയറച്ചാലിലെ ജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ജനവാസ മേഖലയിൽ നിന്നും എന്നേക്കുമായി ഈ മാലിന്യ പ്ലാന്റ് അടച്ചുപൂട്ടുക എന്ന ആവശ്യമുന്നയിച്ചുകൊണ്ട് PDP വെളുന്നല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സമര പ്രഖ്യാപന വിളംബര ജാഥ 2024 ഡിസംബർ 21 ശനിയാഴ്ച രാവിലെ 9 മണിക്ക് മീയനയിൽ നിന്നും ജാഥ ക്യാപ്റ്റൻ യാസർ പാപ്പാലോടും വൈസ് ക്യാപ്റ്റൻ രാധാകൃഷ്ണനും നയിക്കുന്ന സമര പ്രഖ്യാപന വിളംബര ജാഥ ആരംഭിച്ച് വെളുന്നല്ലൂർ, ഇളമാട് പഞ്ചായത്തുകളിലൂടെ വൈകുന്നേരം 4 മണിക്ക് ഓയൂരിൽ എത്തിച്ചേരുന്നു. തുടർന്ന് നടക്കുന്ന രാഷ്ട്രീയ വിശദീകരണ യോഗം മൈലക്കാട് ഷാ ഉദ്ഘാടനം ചെയ്തു. മുഖ്യപ്രഭാഷണം സംസ്ഥാന ജനറൽ സെക്രട്ടറി അജിത് കുമാർ ആസാദ് നിർവഹിക്കുന്നു. സെക്രട്ടറി സലീം അമ്പലംകുന്ന്, ട്രഷറർ നൌഷാദ് റോഡുള്ള, പഞ്ചായത്ത് നേതാക്കളായ യാസർ പാപ്പാലോട്, റാഫി വട്ടപ്പാറ, അബ്ദുള്ള വട്ടപ്പാറ എന്നിവർ വാർത്താക്കുറിപ്പിലാണ് ഈ വിവരങ്ങൾ അറിയിച്ചത്. ആയൂർ ടു ഓയൂർ ന്യൂസ്, ഓയൂർ.